ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. കൊലോസ്യയിലെ സഭയിലെ അംഗങ്ങളോടും ലവോദിക്യ സഭയിലെ അംഗങ്ങളോടും ഇത് തനിക്ക് മുഖപരിചയമില്ലാത്ത സമീപസ്ഥ സഭകളോടും ക്രിസ്തീയ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ പൗലോസ്ലീഹ ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത് അദ്ദേഹം പറയുന്നത് സകല വിജ്ഞാനത്തിൻ്റെയും അതിൻ്റെ കേന്ദ്രം യേശുക്രിസ്തുവിൽ മാത്രമാണ്. രണ്ടാമത് എത്ര ആകർഷണീയവും യുക്തിപൂർവമാണെന്ന് തോന്നാവുന്നതുമായ വ്യാജ ഉപദേശ പ്രചാരങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് വീണു പോകരുത്. വ്യാജ ഉപദേശങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും യുക്തിയും നിങ്ങൾക്കുണ്ടാവണം. മൂന്നാമത് അദ്ദേഹം പറയുന്നു വിശ്വാസത്തിൻ്റെ സ്ഥിരതയും അച്ചടക്കവുമാണ് ക്രൈസ്തവനിൽ കാണേണ്ടത്. നാലാമത് പറയുന്നു മാമോദീസായിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരായ നിങ്ങൾ ഇനി ക്രിസ്തുവിൽ ജീവിക്കണം. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്കുള്ള വളർച്ച നമുക്കുണ്ടാകണം. അതിനുള്ള പ്രധാന മാർഗം ആരാധനയിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ, വേദപുസ്തക വായനയിലൂടെ, ധ്യാനത്തിലൂടെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോ ക്രൈസ്തവനും പണിതുയർത്തപ്പെടുന്നതായ ഒരു മന്ദിരമാണ്. അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ ആശ്വാസം പ്രാപിക്കുകയും ദൈവികമായ വിജ്ഞാനത്തിൻ്റെ ആ വളർച്ചയിലേക്ക് വരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ഇത് പറയുന്ന ഇതാണ്: ചില ലോക താത്വികരായ ആളുകൾ പഠിപ്പിച്ചിരുന്നതായ ചില കാര്യങ്ങൾ കൊലോസ്യ സഭയിലെ ആളുകളെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. അപ്പം അദ്ദേഹം അവരോട് പറയുന്നു, അവയെ നിങ്ങൾ ധൈര്യമായിട്ട് എതിർക്കണം. എന്തെന്നാൽ അവ കർത്താവിൻ്റെ കർത്തൃപ്രബോധനങ്ങൾക്ക് കടകവിരുദ്ധവും മനുഷ്യ പാരമ്പര്യത്തിലും കേവല തത്വജ്ഞാനത്തിലും അടിസ്ഥാനപ്പെട്ടുള്ളവയുമാണ്. അപ്പം അതുകൊണ്ട് മശിഹായിലല്ലാതെ മറ്റ് പ്രഭുത്വങ്ങളിലോ അധികാരങ്ങളിലോ ദൈവത്തിൻ്റെ പൂർണ്ണത നമുക്കൊരിക്കലും കാണുവാൻ സാധിക്കുകയില്ല. കാരണം മശിഹായിൽ മാത്രമാണ് ദൈവത്തിൻ്റെ പൂർണ്ണത ശാരീരിക രൂപത്തിൽ കാണപ്പെട്ടത്. അല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു ദൂതന്മാരിലും മറ്റൊരു ശക്തിയിലും ദൈവത്തിൻ്റെ പൂർണ്ണത കാണപ്പെട്ടില്ല. യേശുക്രിസ്തു എന്ന വ്യക്തിയിലാണ് ദൈവത്തിൻ്റെ പൂർണ്ണത അതിൻ്റെ ആ ശാരീരിക രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കൈകൾ കൊണ്ട് ചെയ്യുന്ന പരിച്ഛേദനം മൂലം ഒരു അവയവത്തിൻ്റെ ചെറുഭാഗങ്ങൾ വരുത്തുന്ന വ്യത്യാസമല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് പാപമയമായ ശരീരത്തെ മുഴുവനും ഉരിഞ്ഞു കളയുന്ന മശിഹായിലുള്ള പരിച്ഛേദനയാണ് ആവശ്യം. ആ പ്രക്രിയ എങ്ങനെ സാധിക്കുന്നു? സ്നാനത്തിൽ സംഭവിക്കുന്നു. അതാണ് 12-ാം വാക്യം, വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, സ്നാനത്തിൽ അല്ലെങ്കിൽ മാമോദീസ ഏൽക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെടുകയും അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നാനത്തിലൊരു മരണവും ഒരു പുനരുത്ഥാനവും സംഭവിക്കുന്നു. സ്നാനത്തൊട്ടിയിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി യേശുവിനോടുകൂടി മരിച്ചടക്കപ്പെടുന്നു. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് പങ്കുവഹിച്ച് ആ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവമായി രൂപാന്തരപ്പെടുന്നു. ഇതിനു മുൻപ് റോമാലേഖനത്തിലും ഇതേ ആശയം തന്നെ പൗലോസ്ലീഹ പറഞ്ഞത് നമ്മൾ വായിച്ച് ധ്യാനിച്ചതാണ്. അപ്പോൾ പാപം മൂലം മൃതരായിരുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാ പാപവും ക്ഷമിക്കപ്പെട്ടവരായി
മാമോദീസ മുഖാന്തരം ആ പാപമോചനത്തിന് നമ്മൾ വിധേയരായിട്ട് മാറുകയാണ്. ഇനി നമ്മൾ യേശുവിനോടുകൂടെ ജീവനുള്ളവരായി തീരുന്നു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ എല്ലാ അധികാരത്തെയും തൻ്റെ ക്രൂശുമരണം മൂലം നമ്മുടെ കർത്താവ് നിർജീവമാക്കി. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിനിൽ ജീവിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നീട് 16-17 വാക്യങ്ങൾ ചില കാലങ്ങൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ സംബന്ധിച്ച് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ദുരുപദേശങ്ങളെ സ്ലീഹ ഇവിടെ ഖണ്ഡിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ വരുവാനുള്ളവയുടെ നിഴലെന്ന രീതിയിലെ പഴയ നിയമത്തിൽ അതിന് സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു വന്നതിന് ശേഷം അതിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാകുന്ന ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ജീവിക്കണം. അതിന് വിരുദ്ധമായി വരുന്ന ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും ഭക്ഷണ രീതികളായാലും അതിനെയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. അപ്പം ആ ഒരു വലിയ അവസ്ഥയിലേക്കുള്ള വളർച്ച നമുക്ക് ആവശ്യമാണ്. ആ കാലത്ത് നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ചില ആളുകൾ ദൈവം എന്ന രീതിയിൽ ദൂതന്മാരുടെ പേരിൽ ദൂതന്മാരെ ആരാധിച്ചു വന്നിരുന്ന രീതി അക്കാലത്തുണ്ടായിരുന്നു. അത് ഈ കൊലോസ്യ സഭയിൽ അത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. ഇന്നും ക്രൈസ്തവ ലോകത്ത് ദൈവികമായ ദൂതന്മാരെന്ന് പറഞ്ഞാൽ സന്ദേശം നൽകുന്നവനാണല്ലോ അർത്ഥം. ദൈവത്തേക്കാൾ ഉപരിയായി ദൈവിക ദൂത് നൽകുന്ന ആളുകളെ ദിവ്യന്മാരായി കാണുകയും അവരെ ദൈവത്തേക്കാൾ കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത് വാസ്തവത്തിൽ വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. ദൈവഭക്തന്മാരായ ആത്മീയ നേതാക്കളെ ബഹുമാനിക്കുന്നതും അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ്. അവരുടെ ഉപദേശങ്ങൾ നമുക്ക് തേടുകയും ചെയ്യാം. എന്നാൽ ക്രിസ്തുവിനുള്ള സ്ഥാനം ഒരിക്കലും അവർക്ക് നൽകപ്പെടാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ദൈവത്തേക്കാൾ കൂടുതൽ അവരെ ആരാധിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ദൈവ സന്ദേശം നൽകുന്ന ആളുമായുള്ള ബന്ധത്തിലപ്പുറമായി തലയായുള്ള ക്രിസ്തുവുമായുള്ള ബന്ധമാണ് കൂടുതൽ ശക്തമാകേണ്ടത്. ഇന്ന് പലപ്പോഴും സഭയിലൊക്കെ ദൈവത്തിനില്ലാത്ത സ്ഥാനം പലപ്പോഴും പരിശുദ്ധന്മാർക്കും അല്ലെ മറ്റു ചില മാധ്യമങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും നമ്മളും വീണു പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോട് നമ്മളെ അവർ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. ആ ക്രിസ്തുവാണ് നമ്മുടെ ശിരസ്. ആ ശിരസ്സുമായുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ സഭയാകുന്ന ഗാത്രത്തിന് ജീവനുള്ളൂ. അപ്പോൾ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിലെ അവയവമായ നമുക്ക് അതിൻ്റെ തലയായിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലേക്കാണ് നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും വേദപുസ്തക വായനകളൊക്കെ നമ്മെ കൂടുതൽ ബന്ധിപ്പിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൊലോസ്യ സഭയിൽ അതിന് വിരുദ്ധമായി ചില ആളുകളുടെ ആ പഠിപ്പിക്കൽ മുഖാന്തരം ദൈവത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ച് ദൂതന്മാരിലും മറ്റുള്ള പ്രകൃതി ശക്തികളിലേക്കൊക്കെ അന്നത്തെ വ്യാജോപദേഷ്ടാക്കൾ കൊണ്ടുപോയ സാഹചര്യത്തിലാണ് പൗലോസ്ലീഹ ഇത് പറയേണ്ടി വന്നത്. ഇന്നും വാസ്തവത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ആരാധനകളിലും പള്ളികളിലും യേശുക്രിസ്തുവിന് എന്താണ് സ്ഥാനം എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിസ്തു എന്ന വ്യക്തിയെ ഉയർത്തപ്പെടാത്ത ഒന്നും ആരാധനയാവുകയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. വേദപുസ്തകം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ദൈവം അല്ലെങ്കിൽ ആ നമ്മുടെ സഭയുടെ ശിരസ്സാകുന്ന ക്രിസ്തുവുമായുള്ള ബന്ധം അതിനൊരിക്കലും കോട്ടം സംഭവിക്കാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും
ആ ബന്ധത്തിലായിരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുവാൻ നമുക്കിടയാകണം. 2-ാം അധ്യായം ലവോദിക്യ സഭയ്ക്കും കൊലോസ്യ സഭയ്ക്കും അന്ന് അല്ലെങ്കിൽ പൗലോസ്ലീഹ അയച്ചതായ ആ ലേഖനങ്ങളൊക്കെയും ഇന്ന് നമ്മുടെ ഈ ആധുനിക കാലത്തും വളരെ പ്രസക്തിയുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ യേശുക്രിസ്തുവുമായുള്ള ദിവ്യമായ ബന്ധത്തിൽ ഉറപ്പിക്കുവാൻ നമുക്കിടയായിത്തീരണം. അതിൽ 2-ാം അധ്യായം വായിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.